മഗഫ് അഗ്നിബാധയിൽ മരിച്ചവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുവൈത്ത്. $15,000 അഥവാ 12.5 ലക്ഷത്തോളം രൂപ വീതമായിരിക്കും ഓരോരുത്തരുടെയും കുടുംബത്തിന് നൽകുക. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുകയാണ്. സുരേഷ്, ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. കുവൈത്തിന്റെ നഷ്ടപരിഹാരം എത്രയെന്നുള്ളതായിരുന്നു അറിയേണ്ടത്. ഇതിപ്പോൾ എത്ര തുകയാണ്, എപ്പോഴേക്ക് ഓരോ കുടുംബങ്ങൾക്കും ഇത് ലഭ്യമാക്കും? അക്ഷയ, കഴിഞ്ഞ ബുധനാഴ്ച ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ അന്ന് കുവൈറ്റ് ഭരണാധികാരി കുവൈറ്റ് അമീർ സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴാണ് അത് എത്ര രൂപയാണെന്നുള്ള കാര്യത്തിൽ എല്ലാം ഒരു വ്യക്തത വരുന്നത്. 12.5 ലക്ഷം ഇന്ത്യൻ രൂപ, അതായത് ഏതാണ്ട് 5000-ഓളം കുവൈറ്റി ദിനാറാണ് സഹായമായി നൽകുക. മരിച്ച ഓരോരുത്തർക്കും 25 മലയാളികളടക്കം 50ഓളം പേരാണ് ബുധനാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത്. മംഗഫ് 4-ൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത്. അവർക്ക് ഓരോ കുടുംബത്തിനും ഇത്രത്തോളം 12.5 ലക്ഷം രൂപയോളം നൽകുമെന്നാണ് കുവൈറ്റ് ഭരണാധികാരി ഇപ്പോൾ അറിയിക്കുന്നത്. കുവൈറ്റിലെ പ്രാദേശികമായിട്ടുള്ള അറബ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകുന്നത്. ഇന്ത്യൻ എംബസി വഴിയായിരിക്കും സഹായം നൽകുക. ആ സഹായ ധനം ഇന്ത്യൻ എംബസി വഴി ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ തുക അവരുടെ നഷ്ടം നികത്താൻ സഹായിക്കില്ല എങ്കിൽ പോലും ഒരു രാജ്യം നൽകുന്ന ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഇതിനെ കാണണം. കാരണം സാധാരണ നിലയിൽ ഒരു രാജ്യം ഇങ്ങനെ സഹായിക്കുന്നതൊക്കെ അപൂർവമാണ്. പക്ഷേ കുവൈറ്റ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുകയും ആ കുടുംബാംഗങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സഹായം എത്തിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് വലിയ ആശ്വാസമാണ്. നമ്മൾ എത്രമേൽ വേദനിപ്പിച്ച ദുരന്തമാണ്. അതിലാണിപ്പോൾ കുവൈത്ത് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്.